ഹലോ, ഇന്നത്തെ വീഡിയോ സ്ക്രഞ്ചീസിനെ പറ്റിയിട്ടാണ്. സ്ക്രഞ്ചീസ് നല്ലൊരു ബിസിനസ് ഐഡിയയാണ്. ബിസിനസ് ചെറിയ രീതിയിൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ സ്ക്രഞ്ചീസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വലിയ മെഷീനൊന്നും വേണമെന്നില്ല. ചെറിയ തയ്യൽ മെഷീനൊക്കെ മതി. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചെറിയ സ്വിങ് മെഷീൻ, അതിന് 1000 രൂപ വില വരുന്നുള്ളൂ. സ്ക്രഞ്ചീസൊക്കെ തയ്ക്കാൻ അത് ധാരാളം. നമുക്ക് വലിയ മെഷീനൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ചെറിയ എമൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല യൂസ്ഫുള്ളായിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോൾ സ്ക്രഞ്ചീസിന് സാറ്റേൺ മെറ്റീരിയലാണ് കൂടുതലായിട്ട് യൂസ്ഫുള്ളാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഹെയർ ആക്സസറീസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ആക്സസറീസ് മെയിനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഹെയർ ആക്സസറീസൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ സ്ക്രഞ്ചീസ് നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു രീതിയാണ് കേട്ടോ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഉണ്ടാക്കുന്ന രീതി. ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, നല്ല വശം കൂട്ടി ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അത് തയ്ച്ച് വെക്കുക, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. എല്ലാ ഭാഗവും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സ്ക്രഞ്ചീസായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓരോന്നും ഓരോ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ മൈൻഡ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും അതിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഓരോന്ന് നിർമ്മിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രിയേറ്റിവിറ്റി സ്വയമേ മനസ്സിലാവും. എങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയൊക്കെയാണ് തയ്ക്കേണ്ടത്, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിന് ചെറിയ തയ്യൽ മെഷീൻ്റെ ആവശ്യമുണ്ട്. തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സ്വിങ് മെഷീൻ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നിൽ അറിയിക്കുക, അതൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ സ്ക്രഞ്ചീസൊക്കെ ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് പാക്ക് ചെയ്തിട്ട് ഒരു ഷോപ്പിൽ ജസ്റ്റ് പോയി ചോദിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് എടുക്കുന്നതായിരിക്കും. വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയി നോക്കാം, മറ്റേ ഫാൻസി ഷോപ്പിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ആ പ്രൊഡക്റ്റ് എടുക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടുക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ, നമ്മുടെ അടുത്തുള്ള ആൾക്കാർ, നമ്മളെ പരിചയമുള്ള ആൾക്കാർ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ക്രഞ്ചീസൊക്കെ വാങ്ങിച്ചു പോകും. അതിൻ്റെ ഭംഗിക്കനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതിൻ്റെ പാക്കിങ്ങിനുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വരുത്താം. അതിൻ്റെ എല്ലാ പാക്കിംഗ് മെറ്റീരിയലും നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഓർഡർ ചെയ്താൽ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് വീട്ടിലെത്തും. ഇനി നമുക്ക് പുറത്തുനിന്ന് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് പാക്ക് ചെയ്യുക, പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക, അതിൻ്റെ വെയിറ്റ് അവർ നോക്കും. ജസ്റ്റ് 40 രൂപയോ അല്ലെങ്കിൽ 45 രൂപയോ ഒക്കെ ആവുള്ളൂ. ഇതിനൊന്നും അധികം വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ ആ കാശ് അടക്കുക, അപ്പം തന്നെ അത് അവരവിടെ സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് അതിൻ്റെ ട്രാക്കിൻ്റെ ആ പേപ്പറും തരും. നമുക്ക് അത് പോസ്റ്റ് വഴി അയക്കുകയും ചെയ്യാം. ഒരു 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ആ സംഭവം ആ വാങ്ങിയ ആളുടെ അടുത്ത് എത്തുകയും ചെയ്യും. ഒന്നും പേടിക്കാനില്ല നമുക്ക്. ഇനിയിപ്പോൾ ആ ആൾക്ക് എത്തിയില്ലെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോസ്റ്റ് വഴി അയക്കുന്നത്. അല്ലാണ്ട് വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. എല്ലാം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ഓർഡർ കിട്ടിയാലും നമുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഏത് കൊറിയർ സർവീസ് വഴിയോ ഒക്കെ നമുക്ക് അത് ഷിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് തയ്യൽക്കാരൊക്കെ ഉണ്ടാവില്ലേ, തയ്ക്കണ ചേച്ചിമാർ, തയ്ക്കണ ഇത്തമാരൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ അടുത്ത് ചെല്ലുക. ജസ്റ്റ് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടാവും. അത് നല്ല ചുരിദാറൊക്കെ തയ്ച്ച നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ മെറ്റീരിയൽ വെറുതെ കിട്ടും. അവർ വെറുതെ കത്തിച്ച് കളയുക അങ്ങനെയൊക്കെ ചെയ്യണ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ തരും. അത്രയും സാധനം വേസ്റ്റ് അവിടെ നിന്ന് പോയല്ലോ എന്ന് അവർക്ക് സന്തോഷമാവും, നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ പണ്ടുണ്ടല്ലോ, എനിക്ക് പാവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാവക്ക് ഡെയിലി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ ഇടിക്കണം. അപ്പം ഞാൻ അടുത്തുള്ള ഇത്താത്ത തയ്ക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഇത്താത്ത കുറേ തയ്ച്ച് അതിൻ്റെ തുണികളൊക്കെ ഉണ്ടാവില്ല, നല്ല സിൽക്ക് അങ്ങനത്തെ നല്ല വെറൈറ്റി നല്ല കളർഫുൾ അങ്ങനത്തെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ തുന്നും.
തുന്നിയിട്ട് പാവാടയാക്കും, ഉടുപ്പാക്കും, സാരിയാക്കും. അങ്ങനെ വെറൈറ്റി നല്ല നല്ല ഡ്രസ്സുകൾ ഞങ്ങൾ ഉണ്ടാക്കും. തയ്ക്കല്ല, ജസ്റ്റ് തുന്നേ ചെയ്യാം. ഓരോരുത്തരും മത്സരമാണ്, എൻ്റെ ഭാവയുടെ ഡ്രസ്സാണ് നല്ലത്, എൻ്റെ ഭാവയുടെ ഡ്രസ്സാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് ഇട്ടിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് തയ്ച്ച് പഠിക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനായിട്ട് നല്ല മെറ്റീരിയൽ കിട്ടണ കടയിൽ പോയിട്ട് നമ്മൾ സാറ്റേൻ്റെ മെറ്റീരിയലൊക്കെ 50 രൂപയ്ക്ക് 1 മീറ്ററിനൊക്കെ ആവുള്ളൂ. സാനിറ്ററിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അത് 1 മീറ്റർ ഒന്നും വേണ്ടല്ലോ, നമ്മൾ 1/4 മീറ്റർ വെച്ച് വാങ്ങാം. ഓരോ കളറ് 1/4 മീറ്റർ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പ് റേറ്റാണ്. പിന്നെ അലാസ്റ്റിക് 10 രൂപയ്ക്ക് വരെ കിട്ടും. ഓരോ മീറ്റർ അനുസരിച്ചായിരിക്കും വില. അപ്പോൾ അലാസ്റ്റിക്കൊക്കെ തയ്ക്കണ സൂചിയൊക്കെ കിട്ടണ കടയിൽ, നൂല് സൂചിയൊക്കെ കിട്ടണ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഇത് ചെയ്യാനുള്ള മനസ്സ് മതി. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യണത് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ചെയ്യണം, എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലുള്ള ഐഡിയാസ് ഞാൻ പുതിയത് തരുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യണത്. അല്ലാതെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്തിട്ടല്ല. എന്നോട് ഇപ്പോൾ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിക്കും, ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യണതാണോ അങ്ങനെ ചോദിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യണതല്ല, ഞാൻ കുറച്ചൊക്കെ ചെയ്യണുണ്ട്. ഇതിൽ കാണിക്കുന്ന എല്ലാവരും ഞാൻ വീട്ടിലിരുന്ന് ചെയ്യണില്ല. എങ്കിൽ കൂടി ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ചൊക്കെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യണമുണ്ട്. എൻ്റേതായ രീതിയിൽ അത് സെയിൽ ചെയ്യണമുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അത് പിന്നത്തേക്ക് വെക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് നല്ലൊരു നെയിമാണ്. നല്ലൊരു നെയിം ഇടുക. എന്നിട്ട് അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആരുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലോഗോ മേക്കേഴ്സ് ഉണ്ട്. അതിൽ ചെന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് നമുക്കറിയാം, എങ്കിൽ കൂടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ലോഗോ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സിമ്പിളാണ്. അതിൽ തന്നെ ലോഗോ ഉണ്ടാവും, നമ്മുടെ നെയിം അടിച്ചു കൊടുക്കുക, ലോഗോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ലോഗോ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ലോഗോ നമ്മൾ സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യുമ്പോൾ ആ ലോഗോ ചേർത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് നല്ലൊരു സോങ്ങൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ചെയ്ത് വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഐഡിയാസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.